ഇനി നമുക്ക് മാർജിൻ പാഡിംഗ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫസ്റ്റ് ഡിവ് അതുപോലെ തന്നെ സെക്കൻഡ് ഡിവ് ഇത് തമ്മിൽ ഗ്യാപ്പുണ്ട്. അതേപോലെ തന്നെ ഈ പേജിനകത്തും ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നതെന്നറിയാൻ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലുള്ള ഓരോ എലമെൻറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും കാണാൻ പറ്റും. ആദ്യത്തെ ഡിവ്, രണ്ടാമത്തെ ഡിവ്, ഓരോ ഇൻപുട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ആദ്യത്തെ ഡിവിലുള്ള ഓരോ എലമെൻറ്റും നമുക്ക് കാണാം. നമ്മൾ മൗസ് ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള മാർജിൻ അല്ലെങ്കിൽ അതിൽ ഉള്ള പാഡിംഗ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് H1 എന്ന എലമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ എലമെൻറ്റ്. അതിന് ചുറ്റും പാഡിംഗ് ഒന്നുമില്ല, ബോർഡർ ഒന്നുമില്ല, പക്ഷെ മാർജിൻ ഉണ്ട്. ആ മാർജിൻ നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ എലമെൻറ്റ് ഡോട്ട് സ്റ്റൈൽ അവിടെ മാർജിൻ 0 എന്ന് കൊടുക്കാം. 0px അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ അവിടെ മാർജിൻ ഇല്ല. പക്ഷേ നമ്മൾ ആ പേജ് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതവിടെ വരും. അതായത് ഇതൊരു പെർമനൻറ്റ് സേവിങ് അല്ല. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കോഡിൽ പോയിട്ട് H1 എന്ന ടാഗിൽ ഈ റൂൾ എഴുതുക. അതായത് മാർജിൻ 0px സേവ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും H1 എന്ന സ്റ്റൈലിൽ മാർജിൻ 0px ഇവിടെ ആ സ്പേസ് പോയിരിക്കുകയാണ്. അതേപോലെ തന്നെ പാരഗ്രാഫിലും ഇതേപോലെയുള്ളൊരു മാർജിനുണ്ട്. ഇത് പാരഗ്രാഫിൻ്റെ എലമെൻറ്റ് പാഡിങ് 0, ബോർഡർ 0, പക്ഷേ മാർജിനുണ്ട്. നമ്മൾ വീണ്ടും ഈ എലമെൻ്റ് എടുത്ത് അതിൽ മാർജിൻ 0px എന്ന് കൊടുക്കും. സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് തമ്മിലുള്ള പാഡിങ് ഇല്ല എന്ന് കാണാൻ പറ്റും.